സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാണ്. അതുപോലെ ആശുപത്രി ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റ് ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രി. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ, ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും.